ഗ്ലോറി ബി ടു ഗോഡ്. കൂടുമ്പോൾ ഇൻപമുള്ളതാണ് കുടുംബം. നാം ഓരോരുത്തരും നമ്മുടെ ഫാമിലിയെ ലവ് ചെയ്യുന്നവരാണ്. ഫാമിലിയുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുവാൻ നാം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ എല്ലാ സന്തോഷത്തെക്കാളും ഉപരി കുടുംബമായ യഹോവയെ സേവിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ വിശുദ്ധ ദിവസത്തിലും ചിന്തയ്ക്ക് ആധാരമായി യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വചനം വായിക്കാം. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇവിടെ മറ്റുള്ളവർ യഹോവയെ സേവിച്ചതുകൊണ്ടല്ല യോശുവ ഭക്തനും കുടുംബവും യഹോവയെ സേവിക്കുന്നത്. മറ്റുള്ളവർ യേശുവിനെ ആരാധിക്കുന്നു, മാതാപിതാക്കന്മാർ ആരാധിക്കുന്നു, പണ്ടേ ആരാധിച്ചു വരുന്നു. അതുകൊണ്ടല്ല. നമുക്ക് ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടായിരിക്കണം. നാം കുടുംബമായി ദൈവത്തെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? 14-ാം വചനത്തിൽ, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സിൻസിയാരിറ്റി, പരമാർത്ഥത. നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, ജോലി കാര്യങ്ങളിൽ, മറ്റു ഭൗതിക കാര്യങ്ങളിലൊക്കെ നാം സിൻസിയറിറ്റി കാണിക്കുന്നവരാണ്. എന്നാൽ ദൈവിക കാര്യത്തിൽ യഹോവയെ സേവിക്കുന്നതിൽ സിൻസിയറിറ്റി മാത്രമല്ല, ട്രൂത്ത്ഫുൾനെസ്, വിശ്വസ്തതയുണ്ടായിരിക്കണം, സത്യമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അത് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പരമാർത്ഥതയോടും വിശ്വസ്തയോടും ദൈവത്തെ സേവിച്ചാൽ കർത്താവ് നമ്മെ ഇനിയും അനുഗ്രഹിക്കും. മാത്രമല്ല, 100-ാം സങ്കീർത്തനങ്ങൾ 2-ാം വചനത്തിൽ വായിക്കുന്നു, സന്തോഷത്തോടെ യഹോവയെ സേവിക്കും. പ്രിയ ദൈവമക്കളെ, നമുക്ക് യഹോവയുടെ സന്നിധിയിൽ സന്തോഷിപ്പാൻ വകയുണ്ട്. കർത്താവല്ലേ നമ്മെ ഇതുവരെ കൊണ്ടുവന്നത്. ഇത്ര നന്മകൾ പ്രാപിക്കുവാൻ നമുക്ക് എന്താ യോഗ്യതയുള്ളത്? അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും നമുക്ക് സന്തോഷത്തോടെ യഹോവയെ സേവിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? 3-ാം വചനത്തിൽ പറയുന്നു, യഹോവ തന്നെ നമ്മുടെ ദൈവം. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവൻ്റേതാണ്, അവൻ്റെ കൈക്കലെ ആടുകളാണ്. എത്ര ഭാഗ്യമേറിയ അനുഭവം. എന്നാൽ 2-ാം സങ്കീർത്തനം 11-ാം വചനത്തിൽ വായിക്കുന്നു, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ. സന്തോഷത്തോടെ നാം യഹോവയെ സേവിക്കുമ്പോൾ തന്നെ ദൈവഭയത്തിലായിരിക്കണം നാം ഘോഷിച്ചുല്ലസിക്കേണ്ടതും ആർപ്പിടേണ്ടതും സേവിക്കേണ്ടതും. കാരണം നമ്മുടെ കർത്താവ് രാജാതിരാജാവാണ്. ഹല്ലേലൂയ. കർത്താവിന് ഭയത്തോടെ സേവിക്കണം. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. 18-ാം വചനത്തിൽ, അപ്പോൾ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കാണാം. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവരാണ് സേവിക്കാത്തവരാരാണെന്ന് അറിയുന്നത് യഹോവ ഉണ്ടാക്കുവാനുള്ള ആ ദിവസത്തിൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദിവസത്തിൽ നാം ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുത്. അതുകൊണ്ട് ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും പരമാർത്ഥതയോടും സന്തോഷത്തോടും ദൈവഭയത്തോടും അവൻ വിറയലോട് നമുക്ക് കർത്താവിനെ സേവിക്കാം. നമ്മുടെ ദൈവം നമ്മോട് കൂടിയുണ്ട്. നമ്മെ കുടുംബമായ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും കുടുംബങ്ങളായി ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബമായി രക്ഷ പ്രാപിക്കുവാൻ, കുടുംബമായി സ്തോത്രം ആത്മീയ സന്തോഷം പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. അധികമായി അങ്ങയോട് പറ്റിച്ചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, സമർപ്പിക്കുന്ന കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ബ്ലെസ്സഡ് സൺഡേ.